ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ കാര്യത്തിൽ ഏറ്റവും ശക്തമായ ക്ലബ്ബുകളിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. പക്ഷേ ഈ സീസൺ തുടങ്ങിയത് മുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന വാർത്തകൾ അധികം വന്നിട്ടില്ല എന്നതാണ് സത്യം. ഈ സീസണിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ചില പ്രധാന മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ടീമിന്റെ അറ്റാക്ക് ശക്തിപ്പെടുത്താൻ പുതിയ വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും ടീമിൽ ചേർന്നു. ക്ലബ്ബ് പുതിയ സീസണിലേക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ സീസൺ ആരംഭിച്ചതിനു ശേഷം കാര്യങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതീക്ഷിച്ചതുപോലെ പോയില്ല. ലീഗിന്റെ തുടക്ക മത്സരങ്ങളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ തോൽവികൾ നേരിടേണ്ടി വന്നു. ഉദാഹരണത്തിന് ലീഗിലെ ആദ്യ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് നേരിട്ടത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ, പിന്നീട് മുംബൈ സിറ്റിയെയും ചെന്നൈയിൻ എഫ് സിയെയും പോലുള്ള ശക്തമായ ടീമുകളെ. ഈ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് നല്ല ഫുട്ബോൾ കളിച്ച നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അവസാന ഫലം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിരുന്നു. ഇവിടെ പ്രധാനമായും കാണുന്ന പ്രശ്നം ഒന്ന് മാത്രമാണ്: അവസരങ്ങൾ ഉണ്ടാക്കുന്നു, പക്ഷേ ഗോൾ കിട്ടുന്നില്ല. ഈ വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫോർമാറ്റിൽ പ്ലേ ഓഫ് ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ മത്സരത്തിലും പോയിന്റ് നഷ്ടപ്പെടുന്നത് ടീമിന് വലിയ പ്രശ്നമാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം വെറും ഫലങ്ങൾ മാത്രമല്ല. ടീമിന്റെ കളി നോക്കിയാൽ തന്നെ ചില വലിയ പ്രശ്നങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. ആദ്യത്തെ പ്രശ്നം ഫിനിഷിംഗ് തന്നെ. പല മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് നല്ല അറ്റാക്കുകൾ കാണിക്കുന്നുണ്ട്. മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ബിൽഡപ്പ് പ്ലേ നല്ലതാണ്, പക്ഷേ അവസാന നിമിഷത്തിൽ ഗോളായി മാറ്റാൻ കഴിയാത്തത് ടീമിന് വലിയ പ്രശ്നമായി മാറുന്നു. രണ്ടാമത്തെ പ്രശ്നമാണ് ഡിഫൻസിലെ ചെറിയ പിഴവുകൾ. പലപ്പോഴും വലിയ തെറ്റുകളല്ല, പക്ഷേ ഒരു ചെറിയ പിഴവ് തന്നെയാണ് ഗോളായി മാറുന്നത്. ഫുട്ബോളിൽ പലപ്പോഴും ഒരു നിമിഷം തന്നെ മത്സരത്തിന്റെ ഗതി മാറ്റാൻ കഴിയും. അതാണ് കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള ഡിഫൻസിന്റെ ഡിഫ്ലക്ഷൻ കൊണ്ട് ഗോളായത്. മൂന്നാമത്തെ പ്രശ്നമാണ് ടീമിന്റെ സ്ഥിരത ഇല്ലായ്മ. ഒരു മത്സരത്തിൽ ടീം നല്ല രീതിയിൽ കളിക്കും, അടുത്ത മത്സരത്തിൽ പൂർണ്ണമായും വേറൊരു ടീമായി മാറും. ഈ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പരാജയം. ഇവയെല്ലാം കൂടാതെ മറ്റൊരു വലിയ മാറ്റം ഈ സീസണിൽ കാണാൻ കഴിഞ്ഞത് ആരാധകരുടെ കാര്യത്തിലാണ്. സാധാരണയായി ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊച്ചിയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ അന്തരീക്ഷങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഈ സീസണിൽ ആ അറ്റ്മോസ്ഫിയർ കുറയുന്നത് നമ്മൾ കണ്ടു. ടീമിന്റെ മോശം ഫലം, സീസൺ ആരംഭത്തിലെ അനിശ്ചിതത്വം, ഇവയെല്ലാം കൂടി സ്റ്റേഡിയത്തിലെ ആരാധകരെ ബാധിച്ചു. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്: ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ചിലരെങ്കിലും ഇപ്പോഴും ടീമിനെ പിന്തുണയ്ക്കുന്നവരുണ്ട്. പക്ഷേ ആരാധകർ ഇപ്പോൾ ഒരു കാര്യമാണ് ചോദിക്കുന്നത്: ഈ ടീം എങ്ങനെ തിരിച്ചു വരും? ഫുട്ബോളിൽ ഒരു കാര്യം ഉറപ്പാണ്: ഒരു നല്ല വിജയ പരമ്പര വന്നാൽ ലീഗിലെ സ്ഥാനം തന്നെ മാറും. പക്ഷേ അതിന് ടീമിന് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അറ്റാക്കിൽ കൂടുതൽ ക്ലിനിക്കൽ ഫിനിഷിംഗ് വേണം, ഡിഫൻസിൽ കൂടുതൽ കൃത്യതയും ടീമിൽ കൂടുതൽ സ്ഥിരതയും വേണം. ഈ മൂന്ന് കാര്യങ്ങൾ ശരിയായി ചെയ്താൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ തന്നെ തിരിച്ചു വരാൻ സാധ്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ഈ സീസണിൽ വീണ്ടും ഒരു നിരാശയായി കഥയായി മാറും? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.